ഈ ഭാഷാപ്രയോഗങ്ങളെയും ഇത്തബഉ അല്ലെങ്കിൽ ഉത്തുബിഉ എന്നീ ക്രിയകളുമായി ബന്ധപ്പെട്ട അതിൻ്റെ അർത്ഥതലങ്ങളെയും ഞാൻ ഈ ചരിത്രങ്ങളിലൂടെയും ഭാഷാപ്രയോഗങ്ങളിലൂടെയും ഒക്കെ കേൾപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രയോഗിച്ച അല്ലദീന തുബിഉ, അതേപോലെ തന്നെ അല്ലദീന തബഉ എന്നീ പ്രയോഗങ്ങളുടെ പ്രത്യേകതയും ആശയവും മനസ്സിലാക്കാനാണ്. ആവർത്തിച്ച് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തുബിഉ ഇത്തബഉ എന്ന ക്രിയകളെ കൊണ്ടുവന്നത്? ഭൗതിക ലോകത്ത് ആരാധിച്ചിരുന്നവരും ആരാധ്യന്മാരും അനുയായികളും നേതാക്കന്മാരും പിന്തുടർന്നവരും പിന്തുടരപ്പെട്ടവരും എങ്ങനെ വർത്തിച്ചിരുന്നു എന്നതിനെ ബോധിപ്പിക്കാനാണ്. നേതാക്കന്മാരുടെ പിന്നിൽ അനുയായികൾ അവരുടെ നിഴല് പോലെ വർത്തിച്ചു. അണമുറിയാതെ വേർപിരിയാതെ അവരോട് ഒട്ടിയെന്നോണം നിലയുറപ്പിച്ചു. നേതാക്കന്മാർ ശക്തരും ഊക്കുള്ളവരുമായിരുന്നു. അനുയായി വൃന്ദം ദുർബലരും അവശരുമായിരുന്നു. ഊക്കുള്ളവരെയും കഴിവുള്ളവരെയും പ്രതീക്ഷിച്ച് അവരുടെ പിന്നാലെ തുടർന്നത് തങ്ങൾക്കെപ്പോഴും ഈ നേതാക്കൾ രക്ഷകരായി ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്. ഭൗതിക ജീവിതം മുഴുവൻ അതിനായി അവർ തുലച്ചു. തങ്ങൾക്ക് ഏറ്റവും സഹായവും രക്ഷയും ശുപാർശയും ആവശ്യമായ സന്ദർഭമെത്തിയപ്പോൾ ഇങ്ങനെയൊക്കെ പിന്തുടർന്നിട്ടും അനുഗമിച്ചിട്ടും അനുയായികളായിട്ടും ഈ നേതാക്കന്മാർ അവരെ വിഗണിക്കുന്നു, വിട്ടകലുന്നു, ദൂരം മാറുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയാണ്, ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. ഇത്തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ. ഈ തബറുഇൽ, ഒഴിയലിൽ, അകലലിൽ, നിരുത്തരവാദിത്തം പ്രഖ്യാപിക്കുന്നതിൽ തീരുന്നില്ല ഈ കഷ്ടവും നഷ്ടവും. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത് വറഔൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് എന്നാണ്.